അൻവറിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നത് ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് കൊണ്ട് നമുക്ക് തെറ്റായണമെന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഭരിക്കുന്നത് പി ശശിയാണ്, പോലീസിനെ ഭരിക്കുന്നത് പി ശശിയാണെന്നും DGPയുടെ റോൾ എടുക്കുന്ന ADGP ആണെന്നും അറിയാത്തവരായിട്ട് ആരാ ഇവിടെ ഉള്ളത്? അപ്പോൾ ഇതുപോലെ നാണം കെട്ട ഒരു അവസ്ഥാവിശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രിയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരള പോലീസിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത. പണ്ടും ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അന്ന് IG ആയിരുന്നു, എറണാകുളം റേഞ്ച് IG ആയിരുന്നു. അന്നൊന്നും അദ്ദേഹത്തിന് ഇത്രയും വലിയ ക്ലൗട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ക്ലൗട്ട് എങ്ങനെ ഉണ്ടായി? ആരാണ് ഈ അമിതമായ അധികാരം ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്? DGPയെ പോലും മറികടന്നുകൊണ്ട് എങ്ങനെ ഒരു ADGPക്ക് പ്രവർത്തിക്കാൻ കഴിയും? അപ്പോൾ ഇതിന് ഭരണത്തിന്റെ ഒത്താശയുണ്ട്. ഭരണത്തലവൻ, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഭരണത്തലവന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. MLAമാരുടെയും മന്ത്രിമാരുടെയും ഫോൺ ടേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അതിലെ ക്രിമിനൽ കുറ്റമല്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആരുടെയൊക്കെ ഫോണാണ് ടേപ്പ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നുമില്ലാതെ വേണമെങ്കിൽ പോലീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരിക്കലും കേരളത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണത്. അത് സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ക്രിമിനൽ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കേരളത്തിന്റെ ഭരണത്തെ ഒരു അധോലോക സംഘം, പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ചേർന്നുള്ള ഒരു അധോലോക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു ഭരണകക്ഷി MLA ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാക്ക് പറയാൻ തയ്യാറായില്ലല്ലോ. പാർട്ടി സെക്രട്ടറി മൗനം പാലിക്കുകയല്ലേ ചെയ്തത്? EP ജയരാജനെ പുറത്താക്കാൻ കാണിച്ച ആവേശം അൻവറുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അപ്പോൾ ഇതെല്ലാം വലിയ തോതിലുള്ള അധോലോക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ സർക്കാർ മാറുകയാണ്. നെഹ്റു ട്രോഫി ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഡേറ്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യണം. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരുന്നു. നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വികാരമാണ്. ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പങ്കെടുക്കുന്നത് എന്റെ മണ്ഡലത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നത് എന്റെ നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് തുഴച്ചിലുകാർ, ക്ലബ്ബുകാർ, അവരുടെ എല്ലാം മാസങ്ങളുടെ അധ്വാനമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. അത് നമ്മുടെ നാടിന്റെ ഒരു വികാരമാണ്. ആ വികാരത്തിന് ഒത്തു പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. പെട്ടെന്ന് ഓണം കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഓണത്തിന് മുമ്പ് നടക്കില്ല, ഓണം കഴിഞ്ഞ ഉടൻ തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കണം. നടപടിയുമായി മുന്നോട്ട് പോകണം. ഗവൺമെന്റ് ഈ ഡേറ്റ് തീരുമാനിക്കാത്തത് വലിയ സംശയാസ്പദമായൊരു കാര്യമാണ്. എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? ഇന്നലെ ടൂറിസം വകുപ്പ് മന്ത്രി ചെയ്യേണ്ട കാര്യമല്ല, അദ്ദേഹമല്ല പ്രഖ്യാപിക്കേണ്ടത്. അടിയന്തരമായി ഗവൺമെന്റ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താനുള്ള നടപടി സ്വീകരിക്കണം.